വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് നമ്മളൊരു കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ കുർത്തിക്കുള്ള ക്ലോത്ത് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വിട്ടെടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ വിട്ട് ഞാൻ 13.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത്രയും പോർഷനിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 45 ഇഞ്ച് ലെങ്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തതിന് ശേഷം 46.5 ഇഞ്ച് ലെങ്താണ് നമുക്ക് കുർത്തിക്ക് ആവശ്യമായിട്ടുള്ളത്. ഷോൾഡർ 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആം ഹോളും 7.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് 10.5 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷൻ നമുക്ക് ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് പോർഷനിലെ ലെങ്ത് 14 ഇഞ്ചാണ്. സീം അലവൻസ് ഉൾപ്പെടെ ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് 10 ഇഞ്ചാണ്. ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് 21 ഇഞ്ചാണ്. സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിട്ട് 11 ഇഞ്ച്. ഒരു ഇഞ്ച് കൂടി നമുക്ക് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. ബോട്ടം പോർഷനിലെ വിട്ട് 13.5 ഇഞ്ചാണ്. ആ 13.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റ് വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും പോർഷനിന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരു 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഒരു 3 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഹാഫ് സ്ലീവ് വരുന്ന പോർഷനിൽ 6.5 ഇഞ്ചാണ് നമുക്ക് വിട്ട് ആവശ്യമായിട്ടുള്ളത്. 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരച്ചിട്ടുണ്ട്. എൽബോ സ്ലീവ് വരുന്ന പോർഷനിലായിട്ട് നമുക്ക് 5.5 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ പോർഷനും ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഒരു 27.5 ഇഞ്ചാണ് സീം അലവൻസ് ഉൾപ്പെടെ എടുക്കുന്നത്. സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് 3.5 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ എൽബോ സ്ലീവിൻ്റെ പോർഷനൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു. ആ പോർഷനും ഹാഫ് സ്ലീവിൻ്റെ പോർഷനും നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു. ആ പോർഷനും ഇതുപോലെ വച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസ് ഹാഫായിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്ക് വിട്ട് ഒരു 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഈ മിഡിൽ പോർഷൻ നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ 1/2 ഇഞ്ച് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻ നമ്മൾ ഇപ്പോഴും കട്ട് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ പോർഷൻ കട്ട് ചെയ്യുന്നത്. ഈ പോർഷൻ ഇതുപോലെ തന്നെ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിന് മുകളിലായിട്ട് നമ്മുടെ ക്യാൻവാസ് വച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് വച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് മെയിൻ ക്ലോത്ത് വച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല പോർഷനിലായിട്ട് നമ്മുടെ നെക്ക് വച്ച് കൊടുക്കാം. നമ്മൾ ഈ പോർഷനിലായിട്ടാണ് മിഡിൽ പോർഷൻ വെച്ച് ഫോൾഡ് ചെയ്തിരിക്കുന്നത്.
നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിരുന്നു. ആ കട്ട് ചെയ്ത പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ കട്ട് ചെയ്ത പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിഡിൽ പോർഷനിൽ വരച്ചിരുന്നു. ആ പോർഷനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മിഡിൽ പോർഷനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാൻവാസ് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് തിരിച്ച് ഇതുപോലെ വെച്ച് നന്നായി അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വരുന്നത്. ഇതുപോലെ ഒരു ചെറിയ ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് നമുക്ക് റോങ് സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ക്ലോത്ത് എടുത്ത് ഈ മിഡിൽ പോർഷനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻസും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ പോർഷനിലൂടെ നമുക്ക് ഈ ക്ലോത്തിങ് തിരിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ക്ലോത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള 2 ബട്ടർഫ്ലൈസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈസ് നമുക്ക് ഈ മിഡിൽ പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ബട്ടർഫ്ലൈസും നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ബട്ടർഫ്ലൈസും വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഈ ക്ലോത്ത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ക്യാൻവാസിലായതുകൊണ്ടാണ് ഫ്രണ്ട് പോർഷനിൽ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തത്. 2.25 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നെക്ക് ലെങ്ത് നമുക്കൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത നെക്ക് ഇതുപോലെ നല്ല പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ബാക്ക് പോർഷനിലെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പോർഷനിലായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇട്ടിരുന്നു. ആ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ കുർത്തി ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ നെക്ക് വന്നിട്ടുണ്ട്. നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ 2 ചെറിയ ബട്ടർഫ്ലൈസ് കൊടുത്തിരുന്നു. ബട്ടർഫ്ലൈസ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് നമ്മൾ ഫുൾ സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 45 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ കുർത്തി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.